മാർച്ച് മാസം പരീക്ഷാ സമയമാണ് അല്ലെ. അപ്പൊ എല്ലാ കുട്ടികൾക്കും എല്ലാ കുട്ടികൾക്കും ഒന്നും പറയുന്നില്ല, അവർക്ക് മൈഗ്രെയിൻ ട്രിഗർ ആവാം, അല്ലെങ്കിൽ സ്കിൻ ഇഷ്യൂസ് എക്സീമ പോലെയുള്ളത് ട്രിഗർ ആവാം, അല്ലെങ്കിൽ വോമിറ്റിംഗ്, ലൂസ് മോഷൻ, ഇങ്ങനെ പല പരാതികളുമായിട്ട് വരാറുണ്ട്. ഇത്തരം കുട്ടികളിൽ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ശരിക്കും അത് എക്സാം ആങ്സൈറ്റി കൊണ്ട് ഉണ്ടാവുന്നതാവാം. നമ്മുടെ വീട്ടിൽ ചിലപ്പോൾ കമ്പാരിസൺസ് നടക്കുന്നുണ്ടാവാം, അല്ലെങ്കിൽ നമ്മുടെ സ്കൂളിൽ തന്നെ ഭയങ്കര കോമ്പറ്റീഷനാണ് ഇപ്പോഴത്തെ കാലത്തെ സ്കൂളുകളിലെല്ലാം. അപ്പൊ അത്തരം കോമ്പറ്റീഷൻസ് ഒക്കെ ഉണ്ടാവുമ്പോൾ എല്ലാ കുട്ടികൾക്കും ആ ഒരു കോമ്പറ്റേറ്റീവ് മൈൻഡിൽ മുന്നോട്ട് പോകാൻ പറ്റിക്കൊള്ളുന്നില്ല. അവരുടെ എബിലിറ്റിക്ക് അനുസരിച്ച് മാത്രമേ അവർക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. പക്ഷെ കൂടുതലായിട്ട് ഫാമിലിയിൽ നിന്നാണെങ്കിലും സ്കൂൾസിൽ നിന്നാണെങ്കിലും കൂടുതൽ സ്ട്രെസ് വരുന്ന സമയത്ത് ഈ കുട്ടികൾക്ക് അവരുടെ ഇനേബിലിറ്റി, അവരുടെ ഉള്ളിൽ അവരതിന് കേപ്പബിൾ ആണോ എന്നുള്ള ആ ഒരു സെൽഫ് ഡൗട്ട് ട്രിഗർ ആവുമ്പോൾ അത്തരം കുട്ടികളിൽ ഇങ്ങനത്തെ ഇഷ്യൂസ് കാണാറുണ്ട്. അല്ലെങ്കിൽ എക്സാമിനോട് ഭയങ്കര ഫിയർ, നാളെ നല്ല മാർക്ക് മേടിച്ചില്ലെങ്കിൽ എന്ത് സംഭവിക്കും, എൻ്റെ ഫ്യൂച്ചർ എന്താകും എന്നുള്ള ആങ്സൈറ്റി ഒക്കെ ഇതിന് കാരണങ്ങളാണ്.